പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തെറി പറഞ്ഞിട്ട് പറയേണ്ടി വരും. ഹിപ്നോട്ടിസ്റ്റുകൾ ഹിപ്നോ തെറാപ്പിസ്റ്റുകളായാൽ അത് സൈക്കോളജിസ്റ്റുകൾ ആയതെടുക്കേണ്ടതായിരിക്കും. സാധാരണ പൂച്ചകൾ മയങ്ങുമല്ലോ, ഇങ്ങനെ കണ്ണിൻ്റെ പാട അടഞ്ഞു വരും നമുക്കിങ്ങനെ കാണാം. ഞാൻ പിന്നെ കുറച്ച് അടുത്ത് നിന്ന് 2-3 പാസ് കൊടുത്ത് ഒരു പുഷ് കൊടുത്ത് പൂച്ച മതിൽ നിന്ന് താഴോട്ടങ്ങ് വീണു. ഹിപ്നോ തെറാപ്പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UK പോലുള്ള USA പോലുള്ള സ്ഥലങ്ങളിൽ കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. മെസ്മറിസം എന്ന ആ ഒരു ശാഖ മനുഷ്യന്മാരിലും മൃഗങ്ങളിലും വർക്ക് ചെയ്യുന്നു. ആ ആർട്ട് ഫോമില് ചികിത്സ കുത്തി നിറച്ച് കഴിയുമ്പോഴാണ് അതിൽ പ്രശ്നം ഉണ്ടാകുന്നത്. മരിച്ചുപോയ ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ട് അതൊരു ബിസിനസ് ആക്കിയിട്ട് അത് മാത്രം ചെയ്ത് ഇതിൻ്റെ ഒപ്പം കൗൺസിലിംഗ് എന്നും തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ബ്ലഫ് ചെയ്ത് മണ്ടന്മാരാക്കുന്ന ഒരു കൂട്ടം. ഹലോ ഹായ്, മെന്റലിസ്റ്റ് അർജുൻ ഹിയർ. സോ ആസ് എ പെർഫോമർ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ഡൗട്ട്സും എൻ്റെ കമൻറ്റ് സെക്ഷനിലും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നമ്മുടെ ഓഡിയൻസിനെ കാണുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ ഇന്ന് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതിനും നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഫീൽഡും പ്ലസ് കുറച്ച് ഡിഫറെൻറ്റ് ഏരിയാസും കൂടി നിങ്ങൾക്കൊരു ഐഡിയ തരുന്നതിന് വേണ്ടിയിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന 2 ഗസ്റ്റുകളെ കൂടി ഞാനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. വെൽക്കം. ആൻഡ് വി ഹാവ് പ്രശാന്ത്. അപ്പോൾ യെസ്, ബാക്കി ഓവർ ടു യു. ഞാൻ പ്രശാന്ത്, തൃശ്ശൂരാണ് വീട്. ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഒപ്പം ഹിപ്നോളിസ്റ്റ് ആൻഡ് മെന്റലിസത്തിൽ കൂടെ പഠിച്ചിട്ടുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹിപ്നോട്ടിസം, സൈക്കോളജി തുടങ്ങിയ മേഖലകളെ പറ്റിയിട്ടാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്തിരിക്കുന്ന 2 പേരും അതിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് 3 പേരും ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. എൻ്റെ പേര് അജീഷ് എന്നാണ്. ഞാൻ ഒരു മെൻ്റലിസ്റ്റും ഒരു ഹിപ്നോട്ടിസ്റ്റും കൂടെയാണ്. ഇപ്പോൾ പുതുതായിട്ട് മെസ്മറിസം എന്നൊരു ശാഖയെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഈ 3 ശാഖകളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അല്ലെങ്കിൽ അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ അവസാനം ഒരു കൺക്ലൂഷനിൽ വരുന്ന സമയത്ത് ഇവയ്ക്ക് എന്തെങ്കിലും ഒരുപാട് ആൾക്കാർ സംശയമാണ്, ഇത് സയൻറ്റിഫിക് ആണോ സ്യൂഡോ സയൻസ് ആണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. അപ്പോൾ നമുക്കതൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയുള്ളൊരു ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ നമ്മുടെ അടുത്ത് കമൻസിലും നേരിട്ടൊക്കെ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഉണ്ട്. ഓക്കെ, ആസ് എ സൈക്കോളജിസ്റ്റ് ഓൾസോ താങ്കളുടെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ടാവും അല്ലേ? നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കാണുന്നവർക്ക് ഒരുപാട് പ്രയോജനകരമാവും ചെയ്യും. യെസ്, അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഹിപ്നോസിസ് എന്താണ്. അതെ, എനിക്ക് തോന്നുന്നത് ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളുകൾക്ക് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്നോട്ടിസം എന്താണ്, ഹിപ്നോ തെറാപ്പി എന്താണ്, ഹിപ്നോസിസ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല സ്റ്റേജുകളും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പല ആളുകളുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ഇവ തമ്മിലൊരു 3 ഒരു പ്രമുഖ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതായത് ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു വീക്ക് വേർഡാണ്. അപ്പോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വേർഡിൽ നിന്നാണ് ഹിപ്നോസിസ് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ആ സ്ലീപ്പിലോട്ട് പോകുന്നു എന്നാണ് അതിനർത്ഥം. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് അവ തമ്മിലുള്ള പ്രധാന ഡിഫറൻസ്. പക്ഷെ ഹിപ്നോ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാൾക്ക് ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ഒരു മനുഷ്യനുണ്ടാകുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെയുള്ള സ്ട്രെസ്സ്, ഡേ ടു ഡേ ഉണ്ടാകുന്ന സ്ട്രെസ്സ് തുടങ്ങിയ അവസ്ഥകളിൽ നമുക്കൊരു മനോരോഗ വിദഗ്ധനെയോ മനഃശാസ്ത്രജ്ഞയോ കാണിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വിമുക്തി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്നോ തെറാപ്പി എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ശരിക്കുള്ളൊരു 3 ഒരു മീനിങ് ആയിട്ട് പറയുന്നത്. സ്റ്റേജിലും സ്ട്രീറ്റിലും ചെയ്യുന്ന ഹിപ്നോട്ടിസം ശരിക്കും പറഞ്ഞാൽ എന്താണ് ശരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള സംശയം. ഞാൻ ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ള ഹിപ്നോട്ടിസം ആണ്. സോ ബേസിക്കലി ഐ എം ആൻ എൻ്റർടൈനർ. ഓക്കെ, അപ്പോൾ എനിക്ക് ആൾക്കാരെ ഹിപ്നോട്ടിസം എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ അവരെ ട്രാൻസിലേക്ക് എത്തിച്ചതിന് ശേഷം അവരെ എൻ്റർടൈൻ ചെയ്യിക്കുക, എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഫോക്കസ്ഡ് അറ്റൻഷനിലിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഫോക്കസ്ഡ് അറ്റൻഷൻ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ സാധാരണ ആളുകൾ നമ്മൾ ഈ ഹിപ്നോട്ടിസം സ്ട്രീറ്റിൽ കാണുന്ന സമയത്ത് ആളുകൾ ഉറങ്ങുന്നതായിട്ടുള്ളൊരു സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ആളുകൾ സ്ലീപ്പിലോട്ട് പോകും. നമ്മുടെ സാധാരണ ഉറക്കവും ഈ പറയുന്ന ഹിപ്നോട്ടിക് അവസ്ഥയിലുള്ള ഉറക്കവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഡെഫിനറ്റ്ലി. നമ്മൾ സാധാരണ രീതിയിൽ ഉറങ്ങുന്ന സമയത്ത് എന്താ പറ്റുന്നത്, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ ഇല്ലേ, നമ്മളവിടെ അവെയർ അല്ല എന്താ നടക്കുന്നുള്ള കാര്യമൊന്നും. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സബ് കോൺഷ്യസ് ഹൈലി ആക്റ്റീവ് ആവുന്ന ഒരു സ്റ്റേജാണ്. അവിടെ നമ്മൾ ഉറങ്ങുകയല്ല, നമ്മുടെ ഫോക്കസ് ഭയങ്കര ഹൈ ആവുന്ന ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ആ സമയത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റും, നമുക്കതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. കണ്ണ് തുറന്നു കഴിഞ്ഞാലും സ്റ്റിൽ നമ്മളെല്ലാം അവെയർ ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ബ്രെയിന് പ്രധാനമായിട്ടും കുറച്ച് വേവ്സ് ഉണ്ട്.
എന്ന് പറഞ്ഞാൽ ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ ഇങ്ങനെയുള്ള കുറച്ച് വേവ്സ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ ഡെൽറ്റ, തീറ്റ ഈ രണ്ട് വേവ് ലെങ്ത് ആണ് ശരിക്കും നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ ഭാരതത്തിൽ തന്നെ മെഡിറ്റേഷൻ, പരമ്പരാഗതമായ രീതിയിൽ മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു ഈ മഹർഷിമാരും മുനിമാരും ഒക്കെ. അത് ആ കാലഘട്ടത്തിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ സമ്പ്രദായത്തിൽ ഹിപ്നോട്ടിസിന്റെ ചരിത്രാധീന കാലം എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിരന്തര സമയം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ഉദ്ദിഷ്ട ഉള്ള ദൈവമൊക്കെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ട്രാൻസ് സ്റ്റേറ്റിലോട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തീറ്റ വേവ്സിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ നമ്മളെ ടച്ച് ചെയ്താലോ നമ്മളെ വിളിച്ചാലോ ഒന്നും അറിയാത്ത ഒരു നിശ്ചലാവസ്ഥ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കെല്ലാം കേൾക്കാൻ പറ്റും, പക്ഷെ ബോഡി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊരു സ്ലീപ്പാണോ എന്ന് ചോദിച്ചാൽ സ്ലീപ്പിൽ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ വിളിച്ചാൽ കേൾക്കില്ല, ശരീരത്തിന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം പുറമേയുള്ള ബാഹ്യമായ സംവേദനങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും, പക്ഷെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡീപ്പ് ട്രാൻസിലോട്ട് പോവും, ഒരു തീറ്റ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യണത്. അപ്പൊ ഇത് രണ്ടും രണ്ട് തന്നെയാണ്. സ്ലീപ്പ് എന്ന് പറയുന്നത് ഹിപ്നോട്ടിസത്തിലെത്തുന്ന, ട്രാൻസ് എന്ന് പറയുന്നത് രണ്ടാണ്. ഐ തിങ്ക് നമ്മുടെ തീറ്റ സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏകദേശം ഒരു 7 to 3 അല്ലെ ആ ഹെഡ്സിനകത്ത് 4 to 7 എന്ന് പറയുന്ന ഒരു ഹെഡ്സിലാണ് അത് നിൽക്കുന്നത്. 4 to 7 അതിൽ താഴെ വരുന്ന സമയത്ത് ബിലോ 3 എന്ന് പറഞ്ഞാൽ ഹൈലി ഡീപ് ട്രാൻസ് ആണ്. മെഡിറ്റേഷന്റെ പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേവ് ലെങ്ത് ആണത്. അത് നമുക്ക് ശരിക്കും ഗ്രാഫിൽ കാണുന്ന സമയത്ത് അതിന്റെ വേവ് അപ്പർ ആൻഡ് ബോട്ടം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആ വേവ് ലെങ്ത് നമുക്ക് ശരിക്കും ഇപ്പൊ പഠന വിധേയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്യുവർ സയൻസ് ആണെന്ന് നമ്മൾ അതിന് താഴെ പോകുന്ന വേവ് ലെങ്ത്തിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ ഡീപ് സ്ലീപ്പിലോട്ട് നമ്മൾ പോകുന്നത്. വർഷങ്ങളോളം മെഡിറ്റേഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ആളുകൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ നമ്മൾ റാപ്പിഡ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞ പോലെ ഒരു 30 സെക്കൻഡ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹൗ ഇറ്റ് പോസിബിൾ? അത് എനിക്ക് തോന്നുന്നത് അജീഷ് ബ്രോ ഉദ്ദേശിക്കുന്ന റാപ്പിഡ് ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. നമുക്ക് 30 സെക്കൻഡിൽ താഴെ നമ്മൾ അവരെ ട്രാൻസിലോട്ട് എത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആദ്യമേ നമ്മൾ അതിനകത്ത് ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യും ഹിപ്നോട്ടിസത്തിൽ. ആ സജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും പെട്ടെന്ന് ട്രാൻസിലോട്ട് എത്തിക്കുന്ന, അതായത് അവരുടെ ബ്രെയിനിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന നമുക്കൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരേ സമയത്ത് ഒറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രിട്ടിക്കൽ ഫാക്ടർ അവിടെ കട്ടാക്കുക ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ഫാക്ടർ കട്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളോട് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, നമുക്കൊരു കാൽക്കുലേഷൻ തരികയാണെന്ന് ചോദിച്ചോളൂ. ആ കാൽക്കുലേഷൻ തരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഫുള്ള് ആ കാൽക്കുലേഷനിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, ആൻസർ കണ്ടെത്താൻ ശ്രമിക്കും. ഈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ റാപ്പിഡ് ഹിപ്നോസിസിന് വിധേയമാക്കുകയാണ്. അതായത് സഡൻലി അവരെ ബൈപ്പാസ് ചെയ്തിട്ട്, അതായത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ബൈപ്പാസ് ചെയ്തിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ ട്രാൻസിലോട്ട്, അതായത് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ റാപ്പിഡ് ഹിപ്നോസിസിന് അവരെ വിധേയമാക്കുന്നതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സത്യം ഇതിൻ്റെ ഒരു ആഡ് ഓൺ, കാരണം ചിലപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഓഡിയൻസിന് അത് എത്രത്തോളം ശരിയാണ് മനസ്സിലാവണം എന്നില്ല. അപ്പം ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് പറയുന്ന ലെയർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ആൻഡ് ദെൻ സബ് കോൺഷ്യസ് മൈൻഡ്, പിന്നീട് അൺകോൺഷ്യസ് മൈൻഡ്. നമ്മൾ ഹിപ്നോട്ടിസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മോസ്റ്റ്ലി കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസുമാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ബേസിക്കലി അവരെത്തിക്കുന്ന ഒരു സ്റ്റേജ്, നമ്മുടെ കോൺഷ്യസ്നെസ് കുറച്ച് സമയത്തേക്ക് ഒന്ന് സപ്രസ് ചെയ്യുക, ദെൻ സബ് കോൺഷ്യസ് ആക്റ്റീവ് ആക്കി എടുക്കുക. അപ്പോൾ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വിക്കായിട്ട് സഡനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്ന് വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വിക്കായിട്ട് നമ്മുടെ ഫേസിന് നേരെ വരുന്നു, അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ റിഫ്ലക്സും ക്വിക്കായിട്ട് എന്ത് ചെയ്യും, ആക്റ്റീവ് ആവും. ആ റിഫ്ലക്സ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസിൽ നിന്നാണ്. അപ്പോൾ ആ സമയത്ത് സബ് കോൺഷ്യസ് ഹൈ ആയിട്ട് ആക്റ്റീവ് ആവും. അപ്പോൾ അവിടെ നമ്മൾ ക്വിക്കായിട്ടൊരു സജഷൻ, ഇപ്പോൾ സ്ലീപ്പ് എന്ന് പറയുന്നൊരു സജഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ സജഷൻ ആ ചെറിയ ലെയർ ക്രിട്ടിക്കൽ ഫാക്ടറിനെ ബൈപ്പാസ് ചെയ്തിട്ട് സബ് കോൺഷ്യസിലേക്ക് എത്താനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ ബേസിക്കലി ഈ മെത്തേഡ്സ് അല്ലെങ്കിൽ ഈ ഐഡിയാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലും ആൾക്കാരെ റാപ്പിഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് കൊണ്ടുപോകുന്നത്. അതല്ലാതെ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പം സ്റ്റേജിൽ അല്ലെങ്കിൽ ക്ലിനിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രസീവ് റിലാക്സേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അവരെ ആ ഒരു ടൈമിലേക്ക് കൊണ്ടുപോകും. PMR എന്ന് പറയുന്നത് നമുക്ക് PMR മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. എക്സാക്ട്ലി ഓരോ മസിൽസ് ആയിട്ട് റിലാക്സ്. ഈ ഹിപ്നോട്ടിസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് പോകും എന്നുള്ളതാണ്. അങ്ങനെ നിന്ന് പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം
ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ ആൾക്കാരും ഈ ട്രാൻസ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ അത് സംഭവിക്കുന്നു. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈവേ ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ സ്ഥിരം കണ്ടിന്യൂസ് പോകുന്ന റൂട്ടാണെന്നുണ്ടെങ്കിൽ ലോങ് ആണെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ കുറേ ദൂരം ഡ്രൈവ് ചെയ്ത് പോയിട്ട് മേ ബി ആ സ്റ്റോപ്പൊക്കെ ഡെസ്റ്റിനേഷൻ മിസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും, അയ്യോ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തോ. അപ്പോൾ ആ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ ആ ഒരു ട്രാൻസിലേക്ക് പോകുന്നു. ഇനി വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സിനിമയൊക്കെ കാണുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ചില സമയം ഭയങ്കര ഇൻവോൾവ് ആവും. ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസും ഫീലിങ്സും നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ ആ ഒരു ട്രാൻസിലേക്ക് പോകുന്നതുകൊണ്ടാണ് അതൊരു എക്സാമ്പിളാണ്. ഡെയിലി ലൈഫിൽ ഇതുപോലെ നമ്മൾ ഒരുപാട് തവണ ഈ ഒരു ട്രാൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ്. അപ്പോൾ ഡെയിലി ലൈഫിൽ ഒരിക്കലും നമ്മളൊരിടത്തും സ്റ്റക്കായിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റക്കായിരിക്കത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു സബ് കോൺഷ്യസ് ആക്റ്റീവ് ആവുന്നു, അവിടെ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഫോക്കസും കോൺസെൻട്രേഷനും കൂടുന്നു. അത് കഴിഞ്ഞ് നിങ്ങളുടെ കോൺഷ്യസ്നെസ് തിരിച്ചു വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കോൺഷ്യസ് ആയിട്ട് ബാക്കിലേക്ക് പോകും. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാൽ ഹിപ്നോട്ടിസം കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു അക്കാഡമി ഇന്ന് കേരളത്തിൽ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ ഹിപ്നോട്ടിസം പഠിച്ച ഒരാള് രണ്ടാമത്തെ ദിവസം ക്ലാസ് കൊടുക്കുന്ന ഒരു അവസ്ഥയാണെന്ന് കാണുന്നത്. അപ്പോ അത് വലിയൊരു റിസ്ക് ആയിട്ടുള്ള സംഭവമല്ലേ? നിങ്ങളുടെ ഈ ഒരു പരിപാടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? യെസ്. ഇപ്പം ഇവിടെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനും ഹിപ്നോട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഹിപ്നോട്ടിസം അറിയാമോ, നിങ്ങളത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര കാലമായിട്ട് ചെയ്യുന്നു, ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യം, വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരാൾ കോഴ്സിൻ്റെ ഇത് കാണുന്ന സമയത്ത് ആ കോഴ്സ് കൊടുക്കുന്നുണ്ടോ, ഇത്ര രൂപയാണോ പൈസ, 1000 രൂപ, എന്നാൽ ഇയാളുടെ ചേരാം. അടുത്ത് നോക്കുന്ന സമയത്ത് 500 രൂപ ആണോ, എന്നാൽ പിന്നെ ഇവിടെ ചേരാം. അതല്ലേ നാച്ചുറലി ഒരു മെൻറ്റാലിറ്റി വരിക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ പ്രൈസ് കുറച്ചിട്ടിട്ട് സെല് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ചില ആൾക്കാർ അതിൽ വീഴും. അപ്പോൾ ഇവിടെ തന്നെ ഹിപ്നോട്ടിസം നിങ്ങൾ ഫസ്റ്റ് തിങ് എന്താണ് നിങ്ങളുടെ പേർപ്പസ് എന്ന് മനസ്സിലാക്കുക. ഓൾറൈറ്റ്, എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് ഹിപ്നോട്ടിസം ആ ഒരു ഫീൽഡിൽ കുറേ കാലമായിട്ട് ചെയ്ത് ജെന്യുവനായിട്ട് ആരാണോ എന്താ പറയണ്ടേ, അത് 1-2 ആഴ്ച കൊണ്ടല്ല വർഷങ്ങളായിട്ട് ചെയ്യുന്ന അത്രയും ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇഫ് യു ഫീൽ ജെന്യുവൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് ചേരുക. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി തെറാപ്പി വൈസോ അങ്ങനെയൊക്കെയാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് അതല്ലാന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 4-5 ലക്ഷമൊക്കെ അല്ലേ, UK പുറത്ത് അവിടേക്ക് പോയിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു രീതിയിൽ തോട്ട് പ്രോസസ്സ് കൊണ്ടുവരിക. ഇനി വേറെ കുറേ ടൈപ്പ് ആൾക്കാരുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറീസ് വരുന്നതുകൊണ്ടാണ്, എൻ്റെ വൈഫിന് എനിക്ക് ഇതാക്കണം, എൻ്റെ വൈഫിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അസുഖമുണ്ട്, മാറ്റി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫിന് ചെറിയൊരു, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ട്, അത് ഇതാക്കി കൊടുക്കണം. ഇതുപോലത്തെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. അല്ലാതെ സാധിക്കും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കും. അതായത് ഇതൊരിക്കലും എന്താ പറയണ്ട, ഒരു എൻ്റർടൈനർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ഒരിക്കലും ആ ഒരു പർപ്പസിന് വേണ്ടി പഠിക്കാൻ വരാതിരിക്കുക, പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ എത്തിക്സ് അല്ലേ. ഇനി ആ എത്തിക്സ് ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? പിന്നെന്താ ചെയ്യാൻ പറ്റുമല്ലോ, 5000 രൂപ അങ്ങനെ ചെയ്യും ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ പേർപ്പസ് മനസ്സിലാക്കിയിട്ട് എവിടെ ആരെടുത്ത് പോകണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇപ്പം നമ്മൾ കോഴ്സസ് ഇപ്പം അത്രയും ജെന്യുവനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും ബേസ് തൊട്ട് എല്ലാ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയും കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്ത്. ഏത് മോഡിലാണ് പഠിപ്പിക്കുന്നത്? ഓഫ്ലൈൻ ആണോ ഓൺലൈൻ മോഡിലാണോ പഠിക്കുന്നത്? രണ്ടിലും. ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ, അല്ലെങ്കിൽ നേരിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട്, അതായത് തുടക്കം തൊട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ്. അഫ്കോഴ്സ് ഡെഫിനറ്റ്ലി. കാരണം എന്താ, നമുക്കൊരിക്കലും ഇതിൻ്റെ മുക്കും മൂലയൊക്കെ മാത്രം പറഞ്ഞു കൊടുത്തിട്ട് ഒരാളെന്താ വിടാനായിട്ട് പറ്റത്തില്ല. അഫ്കോഴ്സ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് എത്തിക്സ് എന്ന് പറയുന്നൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് മാത്രം അത് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇതുവരെ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാരും ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ കമന്റ് സെക്ഷനിൽ നമ്മൾ എല്ലാവരുടെയും കാണാറുണ്ട്, ഇത് തട്ടിപ്പാണ്, ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ വേണ്ടി കഴിയില്ല, ഹാലൂസിനേഷനൊക്കെ വെറും ഒരു മുൻധാരണ വെച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ ഇഷ്ടം പോലെ റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്ത് ബീച്ചിലൊക്കെ ചെന്നിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോഴും ഈ നമ്മൾ ഓഡിയൻസിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണല്ലോ, അവിടെ അവരുമായിട്ട് വന്ന് വില്ലിംഗ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അതിലും പറയാറുണ്ട് ഇതൊന്നും നടക്കില്ല, എന്നെ ചെയ്ത് കാണിച്ചാൽ ഞാൻ ഇത്ര രൂപ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് താഴെ അങ്ങനെ ഒരുപാട് ആളുകൾ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കറിയുന്നത് മുഴുവൻ ആളുകളും നല്ല ഹിപ്നോട്ടിക് സബ്ജക്റ്റുകളല്ല. ഈ ഹിപ്നോട്ടിസത്തിൽ ഈ സബ്ജക്റ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഒരു ഹിപ്നോട്ടിസ്റ്റിന്റെ കഴിവിനനുസരിച്ചാണോ
അത് സബ്ജക്റ്റിന്റെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള നല്ല ക്വസ്റ്റ്യൻ. കഴിവിനാണോ ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഇതിൽ നിന്ന് വരാം. കമൻസിൻ്റെ കാര്യം പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുള്ള ഒരു ഹിപ്നോട്ടിസ്റ്റ് ഞാനാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു സൂര്യയാണ് ഫസ്റ്റ് ഞാൻ കേരളത്തിൽ കാണുന്നത്. അവൻ ആദ്യത്തെ ഒരു 4-5 കണ്ടൻറ്റുകൾ വീഡിയോസ് ഇട്ടതിന് ശേഷം പിന്നീട് അവൻ കണ്ടൻറ്റുകൾ ഇട്ടിട്ടില്ല. അന്ന് 2019 ഞാൻ പറയുന്നത്. അന്ന് കേരളത്തിൽ ഫസ്റ്റായിട്ട് ഹിപ്നോട്ടിസം കണ്ടൻറ്റുകൾ ഇട്ടുകൊണ്ടിരുന്നൊരു ആൾ ഞാനാണ്. അപ്പോൾ 1920 ആ ഒരു ടൈമിലൊക്കെ എന്ന് പറയുന്നത് കേരളത്തിൽ ഇതൊന്നും ആരും കണ്ടിട്ടില്ലാത്ത കാര്യമാണ്, പുതിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് കമൻസാണ്, ഒരുപാട് നെഗറ്റീവ് കമൻസ്. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ കുറച്ച് ആൾക്കാർ പലയിടത്തു നിന്നും പോയി പഠിച്ച് എന്താണ് ഹിപ്നോട്ടിസം എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ശരിക്കും ഹേറ്റഡ് ആയിരുന്നു, നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അത്രത്തോളം എന്താ പറയുക, ഒരു വെറുപ്പാണ് ആൾക്കാർക്ക്. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ തന്നെ ഇപ്പം സാധാരണ ആൾക്കാരെ മാറ്റിയിട്ട് സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അത്യാവശ്യം ഫെമിലിയർ ഫേസ് ആവുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവും ഇവരൊന്നും പൈസ കൊടുത്ത് അഭിനയിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല എന്നുള്ള കാര്യം. പിന്നെ ഇവിടെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ പൈസ കൊടുത്ത്, അല്ലെങ്കിൽ പൈസ എന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഓക്കെ, ഇപ്പോൾ എനിക്ക് 10 ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കുക, ഞാൻ അവിടെ അടുത്ത് ഒരു 3 പേരുടെ അടുത്ത് പറയണം, അളിയാ ഞാനിങ്ങനെ ഒരു സാധനം ചെയ്യാം, നീ അവിടെ ഇരുന്നിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ്, ഇനി അഭിനയിക്കുകയാണെങ്കിലും അത് നമുക്ക് വീഡിയോയിൽ കണ്ടെത്താൻ പറ്റുമൊന്നുമില്ല, അത് അഭിനയിക്കുകയാണോ അല്ല എന്നാണ് കണ്ടെത്താൻ പറ്റുമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ് ജെന്യുവൻ ആണെന്ന് പറയാനായിട്ട് ആകെ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്ത പ്ലാറ്റ്ഫോംസ്, TV ഷോസ്, ചെയ്ത ആൾക്കാർ, സെലിബ്രിറ്റീസ്, ഇവരൊന്നും എൻ്റെ ഫ്രണ്ട്സും അല്ല, അല്ലെങ്കിൽ ഇവർക്കൊന്നും നമുക്ക് പൈസ കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പൈസ നമുക്കില്ല അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് പേഴ്സണൽ കാര്യമേ പറയാൻ പറ്റൂ. ഞാൻ ജെന്യുവനായിട്ട് ചെയ്തിട്ടുണ്ടോ 100%. മറ്റൊരാളിനെ അങ്ങനെ തന്നെയാണോ ചെയ്ത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ബ്രോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെല്ലായിടത്തും ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അല്ലേ. അവിടെ എക്സ്ട്രാ ഫാക്ടറായിട്ട് വരുന്നത് ഓരോ ഹിപ്നോട്ടിസ്റ്റിൻ്റെയും സ്കില്ല്, അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഹിപ്നോട്ടിസം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പ്രശാന്ത് ബ്രോ ചെയ്യുന്നുണ്ടാവുക, അതുപോലെ ആയിരിക്കില്ല അജീഷ് ബ്രോ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ പറയുന്ന വാക്കുകളിൽ വ്യത്യാസം വരാം, നിങ്ങൾ പറയുന്ന ടോണിൽ വ്യത്യാസം വരാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജിൽ അതിലെല്ലാം ഡിഫറൻസ് വരാം, മെത്തേഡ്സിൽ ഡിഫറൻസ് വരാം. സോ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരാളെ ട്രാൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അല്ലേ കുറച്ചുകൂടി നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ടോണിൽ സംസാരിക്കുന്ന സമയത്തോ, കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന് സംസാരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഇൻഡക്ഷൻസിൻ്റെ ടൈമിങ് കറക്റ്റായിട്ട് കൊടുക്കുന്ന സമയത്തോ അത് കുറച്ചുകൂടി അവരുടെ ഡീപ്പ് ട്രാൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ബേസിക്കലി ഇത് രണ്ടും ആവശ്യമാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ സബ്ജക്റ്റ് പ്രോപ്പറായിട്ട് ലിസൺ ചെയ്തില്ല, അവർക്ക് അതിനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആവാൻ ചാൻസ് കുറവാണ്. നമ്മൾ ഫുള്ളി എഫേർട്ട് ഇട്ടാലും സബ്ജക്റ്റ് ഓക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് എക്സാക്ട്ലി അല്ലേ. നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 10 പേരെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ നമ്മൾ റാപ്പിഡ് ഇൻഡക്ഷൻസ് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് 2-3 പേരായിരിക്കും മേ ബി നല്ല സബ്ജക്റ്റ്സ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇതൊന്നും അർജുൻ, നമ്മൾ ഈ മുൻകാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ കൂണ് പോലെയാണ് ഹിപ്നോട്ടിസ്റ്റുകൾ ഉള്ളത്. ഇതേപ്പറ്റി എന്താ പറയാനുള്ളത്? അർജുന്റെ കാലഘട്ടത്തിൽ ഏതാനും ചില വ്യക്തികൾ മാത്രമാണ് ജെന്യുവിൻ ആയിട്ട് ഹിപ്നോട്ടിസം പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയല്ല. നിരവധി. ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഈ ഒരു സമൂഹത്തിനെ ഇത് ബാധിക്കും, ഹിപ്നോട്ടിസ്റ്റുകൾ എത്രത്തോളം ഇത് ബാധിക്കുന്നതാണ്? അറ്റ് പ്രസന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ള കേസസ് നമ്മൾ അധികം കേട്ടിട്ടില്ല. മേ ബി അവിടെ നിന്നോ ഇവിടെ നിന്നോ ഒക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. ചിലർക്ക് ചില ട്രോമാസ് വന്നു, ഹോസ്പിറ്റലൈസ്ഡായി, അല്ലെങ്കിൽ ചിലരിത് മിസ്യൂസ് ചെയ്തു, സ്ലൈറ്റ്ലി പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വേറെ രീതിക്ക് വേണ്ടി മിസ്യൂസ് ചെയ്തു. അതിൻ്റെ ഒരു എക്സ്ട്രീം ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഫ്യൂച്ചറിൽ അത് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പവർഫുൾ ടൂളാണ് അല്ലേ. മനുഷ്യൻ്റെ മനസ്സാണ്, അതൊരു പവർഫുൾ ടൂളാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക്, ഞാൻ കൺട്രോളിങ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നില്ല, ബട്ട് ഐ ആം യൂസിങ് മാനിപ്പുലേറ്റിംഗ്. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു പവർ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പോലെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്താതെ തെറ്റായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തുന്നൊരു സമയം വരും. അത് വരുന്ന സമയത്ത് അവരത് നെഗറ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലാണോ അങ്ങനെ വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ, ബട്ട് എനിവേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് കുറേ കണ്ടൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല പണിയെടുത്തിട്ട്. നമുക്കിതൊരു ബിസിനസ് ആക്കാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ എന്താ പറയണ്ടേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എനിക്ക് ഭയങ്കര വലുതാക്കായിരുന്നു. പക്ഷെ അതുപോലും നമ്മൾ നോക്കാതെ നമ്മൾ പൈസ ഇല്ലാതെ അത്രയും സ്ട്രഗിൾ ചെയ്ത സമയത്തും ഒരൊറ്റ ആൾക്ക് പോലും നമ്മൾ കോഴ്സെന്നോ ക്ലാസ്സെന്നോ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ വേറെ ചില ആൾക്കാർ
കോഴ്സ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതിനെ ബിസിനസ് ആക്കിയിട്ട് അഫ്കോഴ്സ് അവരുടെ ലൈഫ് ബെറ്റർ ആയിട്ടുണ്ടാവും. പക്ഷേ പക്ഷെ ഒരു കല അവർ നശിപ്പിച്ചു ആർട്ട് ഫോം മാത്രമൊന്നല്ല, ആർട്ട് ഫോം എന്ന രീതിയിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇവരെത്തിച്ചു. ഓക്കെ, അതെങ്ങനെ ഇനി ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടിട്ടാണ്. ഓൾറെഡി കുറേ പ്രശ്നങ്ങളുണ്ട്, ഇനി അത് കൂടാനേ ചാൻസസ് ഉള്ളൂ. അപ്പോൾ ഇനിയും ഇന്ന് പഠിക്കുന്ന ആൾ പോയിട്ട് ഞാൻ ഹിപ്നോട്ടിസ്റ്റ്, ഓക്കെ നാളെ തൊട്ട് കോഴ്സ്, അത് ടെൻഡൻസി അത് തന്നെയാണ്. അപ്പോൾ ഇനി മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ജെനുവിനായിട്ട് ഇത് പ്രോപ്പറായിട്ട് ഗൈഡൻസോടുകൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അഫ്കോഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് പോകുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് ഉപയോഗിക്കുന്നത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ആൾക്കാരെ പിക്ക് ചെയ്ത് അങ്ങനെ മാത്രം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അർജുൻ ഹിപ്നോട്ടിസം മാത്രമാണോ പഠിപ്പിക്കുന്നത്, അതായത് മെന്റലിസം പഠിപ്പിക്കുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് എന്താ പറയണ്ട, ഒരു ഷോ ഓഫിന് വേണ്ടി ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് അവളെ ഇമ്പ്രസ് ചെയ്യണം. സീരിയസ്ലി റീസെൻ്റ്ലി എപ്പോഴും നമുക്ക് വരുന്ന ക്വയറീസിൽ ഉള്ള കാര്യമാണ്. അപ്പം അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു മെൻറ്റലിസം വെച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് സപ്പോർട്ട് ചെയ്യത്തില്ല. ബട്ട് ചില ആൾക്കാർ, ചേട്ടാ എനിക്കിത് എങ്ങനെയെങ്കിലും പഠിക്കണം, കാരണം എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമാണ്, എനിക്ക് മാജിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിതിൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജെന്യുവനായിട്ട് നമ്മൾ കോഴ്സസ് അല്ലെങ്കിൽ ക്ലാസ്സസ് കറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അഫ്കോഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. ഇതിൽ ഒരു പാഠ്യ പദ്ധതി സിലബസ് ആയിട്ട് ഉണ്ടോ, അതായത് ഒരു കോമൺ ഒരു പ്രൊസീജിയർ ആയിട്ട് തന്നെയാണോ പഠിപ്പിക്കുന്നത്? അതായത് ഓരോ ആൾക്കാർക്കും അവർക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഒരു 12 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അപ്പോൾ ഈ 12 വർഷത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ഞാനൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഇല്ല അവർക്ക് കിട്ടുന്നുണ്ടാവുക. മാത്രമല്ല ഞാനത് പ്രൊഫഷണലി ചെയ്യുന്നുള്ളതാണ്, ഫുൾ ടൈം ഇൻ ടു ദിസ് ആണ്. അപ്പം എനിക്ക് സ്റ്റേജിലും അല്ലെങ്കിൽ എൻ്റെ സ്ട്രീറ്റ് പെർഫോമൻസിലൊക്കെ ഞാൻ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും എൻ്റെ കോഴ്സിൽ കൊടുക്കുന്നുണ്ടാവുക. ഇനി 2 മാസമായിട്ട് അല്ലെങ്കിൽ 5 മാസമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കറിയാമെന്നുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. എക്സ്പീരിയൻസസ് മാത്രമല്ല അറിവുകൾ. കോഴ്സ് നിലനിൽക്കുന്നതിന് മുൻപ്, ഈ കോഴ്സുകളൊക്കെ വരുന്നതിന് മുമ്പ് അർജുൻ ഈ ഫീൽഡിലുണ്ട്. ഡെഫിനറ്റ്ലി ആ കാലഘട്ടം തൊട്ട് ഇവിടം വരെയുള്ള ഇപ്പം ഈ പുസ്തകത്തിലുള്ള പല കാര്യങ്ങൾക്ക് പുറമെ ഒരാളുടെ എക്സ്പീരിയൻസ് വലിയൊരു ഫാക്ടറാണ്. എല്ലാവരും ഒരുപോലെ അല്ല ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കും. അതെ അതെ ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോർ പർപ്പസ് എന്താണെന്നുള്ളതാണ് പലപ്പോഴും പല ആൾക്കാരും മറന്നു പോകുന്നൊരു കാര്യം. ഓക്കെ, നമ്മുടെ കോർ പർപ്പസ് എന്ന് പറയുന്നത് ഒരാളെ എൻഗേജ് ചെയ്യിക്കുക, എൻ്റർടൈൻ ചെയ്യിക്കുക അല്ലേ. അപ്പോൾ ഇത് കോഴ്സ് എന്ന് പറയുന്നത് സപ്പോസ് ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ മെൻറ്റലിസം ഒരു അല്ലെങ്കിൽ മാജിക് ഒരു കോഴ്സാണെന്ന് വിചാരിച്ചാൽ അതിനകത്ത് 10 റൂട്ടീൻസ് ഉണ്ട്, 10 ട്രിക്സ് ഉണ്ട്. ഓക്കെ, ഈ 10 ട്രിക്ക് പഠിച്ചിട്ട് അത് അതുപോലെ പോയിട്ട് വിളമ്പാനായിട്ട് ആർക്കും പറ്റും. അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇല്ല, അവിടെ ഒരാളുമായിട്ടൊരു കണക്ഷൻ ഇല്ല. അപ്പോൾ ഈ 10 ട്രിക്ക് തന്നെ ഈ സെയിം ആയിക്കോട്ടെ, ഈ സെയിം 10 ട്രിക്കിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആളുടെ കയ്യിൽ കിട്ടുകയാണ്, അയാൾക്ക് ശരിക്കും അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അത് മതി. ഓക്കെ, നിങ്ങൾക്കൊരു ഷോ റൺ ചെയ്യാൻ അത് മതി. ഞാൻ പറയണം, എക്സാമ്പിളായിട്ട് പറയാം, 10 വേണമെന്നില്ല. നിങ്ങൾക്കൊരു 45 മിനിറ്റ് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6-7 നല്ല റൂട്ടീൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് എങ്ങനെ കണക്ട് ചെയ്ത് ആൾക്കാരുമായിട്ട് ഇമോഷണലി എങ്ങനെ ബോണ്ട് ഉണ്ടാക്കി അതിനെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ചോദിച്ച ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ ഇപ്പോൾ ഒരു സിലബസ് പ്രോപ്പർ സിലബസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പ്രോപ്പർ സിലബസ് ഉണ്ട്, വേറെ ആൾക്കതുണ്ടോ, അല്ലെങ്കിൽ എല്ലാ മെൻ്റലിസ്റ്റുകളും കൊടുക്കുന്ന സെയിം തന്നെയാണോ, അല്ലെങ്കിൽ എല്ലാ ഒരിക്കലും അല്ല, വ്യത്യാസമുണ്ട്. ഈ ഹിപ്നോസിസിന് ഒരു ധാർമ്മികപരമായിട്ടുള്ള ഒരു കടമ സമൂഹത്തിനോടുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും. സൊസൈറ്റിക്ക് ഇതുകൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം മോശമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അർജുൻ്റെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റൻ അല്ല, അർജുൻ ഉൾപ്പെടെയുള്ള ഹിപ്നോട്ടിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന്. സോ ഫസ്റ്റ് തിങ്, നമ്മളെല്ലാ ആർട്ട് ഫോമിനും, അല്ലെങ്കിൽ ആർട്ട് ഫോം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ പ്രൊഫഷനും നമ്മൾ എന്ത് കാര്യം തന്നെ ചെയ്താലും അതിലൊരു എത്തിക്സ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവണം. റൈറ്റ്. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഹിപ്നോട്ടിസത്തിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റായിട്ട് അത്രയും നമ്മൾ ഒരാളുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്. ഇപ്പോൾ മാജിക്കൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഒരു ട്രിക്ക് അല്ലെങ്കിൽ വാട്ട് എവർ നമ്മൾ പെർഫോം ചെയ്യുന്നു, അത് കഴിഞ്ഞ് അവർ കണ്ട് അവർക്ക് അതിൽ നിന്നൊരു ഇമോഷൻ കിട്ടുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് അവരെ ഈ പറയുന്ന മൈൻഡുമായിട്ട് കണക്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും സജഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അവരുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ അത് മാത്രമല്ല, എത്തിക്കലി നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരുടെ കംഫേർട്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത, അല്ലെങ്കിൽ അവരെ ഇമോഷണലി ഹേർട്ട് ചെയ്യാത്ത തരത്തിലുള്ള,
അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ട്രോമാസ് ഉണ്ടെങ്കിൽ അത് ട്രിഗർ ചെയ്യാത്തത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് എത്തപ്പെടാൻ പാടില്ലാത്ത പല ആൾക്കാരുടെ കയ്യിലും ഇത് എത്തിയത് കൊണ്ട് തന്നെ അവർക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവരൊന്നും ശ്രദ്ധിക്കാറില്ല. അല്ല, ഇതിലൊരു സാമ്പത്തിക പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിനൊരു ബിസിനസ് ആക്കിയിട്ട് അതെ അതെ, എനിക്ക് അതായത് എവിടെ നിന്നെങ്കിലും പോയിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം കംപ്ലീറ്റ് ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ അവരെന്ത് ചെയ്യുക, അവരത് ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്ത് എല്ലാ ആൾക്കാരെയും ഇതുപോലെ പഠിപ്പിച്ചു കൊടുത്ത് ആ പഠിപ്പിക്കുന്ന ആൾക്കാർ മറ്റേ മുറിവൈദ്യം അല്ലേ, മുറിവൈദ്യനാളെ കൊല്ലും എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ബേസിക്കലി ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനത് ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇനി എനിക്കിത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം എന്താ, ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല. ഞാൻ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല. ഞാൻ ഹിപ്നോതെറാപ്പി ചെയ്യാൻ പാടില്ല. ഓക്കെ, നിയമപരമായിട്ട് ഇന്ത്യയിൽ എനിക്ക് അതിനുള്ള അധികാരമില്ല. ഓക്കെ, എൻ്റർടൈൻമെൻറ്റിന് വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തെ പ്രസൻറ്റ് ലോ അനുസരിച്ചിട്ട് എനിക്ക് ചെയ്യാം. നാളെ ഇനി എന്തെങ്കിലും ഡിഫറൻസ് വരുമോ മാറ്റം വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലൈസൻസ്ഡ് അല്ലാതെ ഹിപ്നോതെറാപ്പി ചെയ്യാനായിട്ട് ഒരാൾക്കും ഇന്ത്യയിൽ നിയമപരമായിട്ട് അധികാരമില്ല. ഇനി അവിടെയും ചില മാനിപ്പുലേഷൻസ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2 മാസം 6 മാസം 1 വർഷം ഒക്കെ സൈക്കോളജി ഡിസ്റ്റൻറ്റ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ പോയി പഠിച്ചിട്ട് ഞാനൊരു സ്വയം പ്രഖ്യാപിത കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവൻ 1 മാസം കൊണ്ട് വരെയൊക്കെ ചെയ്യുന്ന എക്സാക്ട്ലി ഇവരെന്താ ചെയ്യുന്ന അറിയാമോ, ബേസിക്കലി ഇവർ ഹിപ്നോട്ടിസം പഠിക്കും, എന്നിട്ട് ഇത് ഡിസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കും. ഇവർക്കൊന്നും ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് 10 പൈസയുടെ ഒരു ബോധം ഉണ്ടാവില്ല. എന്നിട്ട് ഇവരെന്താ ചെയ്യുക, ഇവർ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടതിന് ശേഷം, അതും വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു എത്തിക്സ് ഇല്ലാത്ത രീതിയിൽ, ഓക്കെ, എങ്ങനെയൊക്കെ ആൾക്കാരെ എന്താ പറയണ്ടേ ഇമോഷണലി വൾണറബിൾ ആക്കിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ, റീച്ചിന് വേണ്ടി അത്രയും എത്തിക്സ് ഇല്ലാതെ ചെയ്തതിന് ശേഷം ഇവർ സ്വയം ആൾക്കാരെ കൺസൾട്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ പറയുന്ന ഡിപ്രഷൻ ആവട്ടെ സൂയിസൈഡ് ആവട്ടെ, ഞാനത് കൺസൾട്ട് ചെയ്ത് മാറ്റിത്തരാന്നുള്ള രീതിയിൽ അത്രയും ഇത് പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തെറി പറഞ്ഞിട്ട് പറയേണ്ടി വരും. അർജുൻ്റെ അറിവിൽ അങ്ങനെ ആരെങ്കിലും പേര് പറയാതെ ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള എല്ലാ എവിഡൻസും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മൾക്ക് ആരുടെയും പേഴ്സണൽ ലൈഫ് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ നമ്മളൊരു കേസ് ഫയൽ ചെയ്താൽ അകത്താണ്, ജയിലിലാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് സൈക്കോളജിക്കൽ അസോസിയേഷൻ, സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള സൈക്കോളജിസ്റ്റ് അസോസിയേഷന്റെ ശ്രദ്ധയിൽ കാര്യം പെടുന്നുണ്ട്. കാര്യം പല ഇതിൽ നല്ല ഹിപ്നോട്ടിസ്റ്റുകളുണ്ട്. അതായത് ആളുകളുടെ ഒരു നല്ല അവരുടെ ഒരു സന്തോഷം വർദ്ധിപ്പിക്കാൻ, അവരുടെ മൊമെന്റ്സ് കൂടുതൽ സന്തോഷപ്രദമാക്കാനായിട്ട് ചെയ്യുന്ന ഹിപ്നോട്ടിസ്റ്റ് അർജുനെ പോലുള്ളവർ. എനിക്കോട് അർജുന്റെ ഒരു വീഡിയോസിലും ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റ്സിലേക്ക് ഒരു സബ്ജക്റ്റിനെ കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിച്ചില്ല. ഞാൻ മാക്സിമം, അതായത് ഇത് ഹിപ്നോട്ടിസം ആവട്ടെ, ഞാൻ മെൻ്റലിസം പെർഫോം ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും എയിം ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളടുത്ത് വരുന്ന ആൾക്കാർക്ക് അവർക്ക് എന്താണോ ഏറ്റവും സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇനി ഒരു കാര്യത്തിൽ ഞാൻ റെസ്പോൺസിബിലിറ്റി, അതായത് ബേസിക്കലി എല്ലാ രാജ്യത്തും ഹിപ്നോട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് പൊട്ടിമുളച്ച സാധനമൊന്നുമല്ല ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രമായിരിക്കും മരിച്ചുപോയ ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ട് അതൊരു ബിസിനസ് ആക്കിയിട്ട് അത് മാത്രം ചെയ്ത് ഈ പറയുന്ന പോലെ അതിൻ്റെ ഒപ്പം കൗൺസിലിംഗ് എന്നും തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ബ്ലഫ് ചെയ്ത് മണ്ടന്മാരാക്കുന്ന ഒരു കൂട്ടം ഒരു ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഒരു ആർട്ട് ഫോമിൻ്റെ എന്താ പറയണ്ടേ എല്ലാ തരത്തിലുള്ള ബ്യൂട്ടിയും കളയുന്നത്. തീർച്ചയായിട്ടും ഈ മരണപ്പെട്ട ആളുകളെ കാണിക്കുക എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അത് ട്രോമ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളത് ചെയ്തതിന് ശേഷം നമ്മളെ വീണ്ടും വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ എനിക്ക് കുറേ ബേർഡൻസ് ഉണ്ടായിരുന്നു മനസ്സിൽ. അതൊക്കെ എനിക്ക് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇറക്കി വെക്കാൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്, ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ആൾക്കാരെ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒരു മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അതോ എങ്ങനെയാണോ ഉദ്ദേശിച്ചത്? 2 സൈഡ് ഞാൻ പറയാം ബ്രോ. ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു എത്തിക്കൽ സൈഡ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഒരു ഹിപ്നോട്ടിസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം പേഴ്സണലി? ഇല്ല ഹിപ്നോട്ടിസം കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഇതുപോലെ അപ്പം ഹിപ്നോട്ടിസം ഒക്കെ ഈ പറയുന്ന പോലെ 90s ഒക്കെ അതിന് മുന്നേ ഒക്കെ എന്താണ് അത്രയും ആൾക്കാരിലേക്ക് പ്രചാരം വന്നൊരു ആർട്ട് ഫോമാണ്. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ലായിരിക്കും? അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ഞാൻ ഹിപ്നോട്ടിസം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന റിക്വസ്റ്റാണ് മരിച്ചുപോയ ആൾക്കാരെ കാണിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ആ ആൾക്കാരുടെ അടുത്ത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു പോയിന്റിൽ കേരളത്തിൽ ഫസ്റ്റ് ടൈമായിട്ട് ഒരു പോയിന്റിൽ അത് ഒരു 4 പേരുണ്ടായിരുന്നു എൻ്റെ അടുത്ത് എന്നെ കാണാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ 4 പേരുണ്ടായിരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന 2 വ്ളോഗേഴ്സ് ആയിരുന്നു അവർ. ഓക്കെ, അപ്പോൾ
അപ്പോൾ ആ സമയത്ത് അവരുടെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് അഫ്കോഴ്സ് ഞാനത് ചെയ്തു. ആൻഡ് നമ്മൾ ആ കണ്ടൻറ് അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒറ്റ വീഡിയോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനതിന് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമല്ല, ഒരു വീഡിയോ ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഓക്കെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഇത് പഠിച്ചു വന്ന കുറച്ച് ആൾക്കാർ ഇത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവരുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ സോങ് കുത്തിക്കയറ്റി ഇത് മാത്രം കണ്ടൻ്റാക്കി ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ എന്താ പറ്റുന്നതെന്ന് പറയുന്നത്, ഇതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട്. ഒന്നാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസം വഴി ഇങ്ങനെ കാണുന്ന സമയത്ത് മരിച്ചുപോയ ആളാണോ ഫ്രണ്ട് വന്ന് നിൽക്കുന്നത്, അയാളുടെ ആത്മാവിനോടാണോ നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ മരിച്ചുപോയ ആളുമായിട്ട് നമുക്ക് ഇമോഷണലി എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. സോ അവിടെ ഈ ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരാൾ മരിച്ചു പോയെന്ന് വിചാരിക്കുന്നത് അയാൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അവിടെ എത്ര പൈസ കൊടുത്തിട്ടും അവരെന്ത് കാര്യം ചെയ്തിട്ടും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വരും. ഇത് പൈസ വാങ്ങി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അല്ല, എനിക്കറിയാവുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജിന് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ. അതായത് ഒരു പ്രമുഖ ഹിപ്നോട്ടിസ്റ്റ്, പേര് പറയുന്നില്ല, അദ്ദേഹം ഒരു 20,000 രൂപയാണ് തൻ്റെ മകനെ കാണിച്ചു കൊടുക്കാനായിട്ട് ആ സാധുവായ അമ്മയുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെട്ടത്. സത്യം പറഞ്ഞാൽ അവർ ചിലപ്പോൾ കടമൊക്കെ വാങ്ങിച്ച് ആ പൈസ കൊടുക്കുമായിരിക്കും, കാരണം മരിച്ച മകനെ വീണ്ടും കാണുകയാണല്ലോ. പക്ഷെ അത് എത്രത്തോളം ഈ ഒരു പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു അധാർമികപരമായിട്ടുള്ള പ്രവൃത്തിയാണെന്നുള്ളതാണ്. ഇതൊരു അവരുടെ സോളിനെ കാണുവാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അയാളെ നമുക്ക് വിസിബിൾ ആവുകയാണെന്നൊക്കെ ഒരു ധാരണ കൊണ്ട് അവർ വരുന്നത്. അല്ല, അങ്ങനെ ആക്കി തീർത്തിട്ടാന്ന് തോന്നുന്നു. അതായത് യഥാർത്ഥ സോളിനെ അവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നതാണ്. ഇതിന്റെ സയന്റിഫിക് വശം ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന 1 മിനിറ്റ് റീലിനകത്ത് ആൾക്കാർ കാണുന്ന എന്താണ്, ഒരാൾ ഉറങ്ങിക്കിടന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രണ്ടിൽ നിൽക്കുന്ന അച്ഛനെ കാണുന്നു, അമ്മയെ കാണുന്നു, അല്ലെങ്കിൽ അനിയനെ കാണുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കാണുന്നു, അത്ര ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് മുതലെടുത്തിട്ട് ഞാൻ അഗെയിൻ പറയുകയാണ്, ഈ പറഞ്ഞ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരു ഷോ ചെയ്തിട്ട് പൈസ വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹാപ്പിനെസ് കൊടുക്കുന്നൊരു സാധനം നിങ്ങൾ ചെയ്തതിന് ശേഷം ഒരു ഷോ പോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ പൈസ വാങ്ങിക്കുക. അതിൽ അഫ്കോഴ്സ് നിങ്ങളുടെ സ്കില്ലാണ്, അത് ചെയ്തോ. ഇതുപോലത്തെ കാര്യങ്ങൾ ഒരാളെ ഇത്രയും ചൂഷണം ചെയ്ത് അയാളുടെ ഇല്ലായ്മയെന്ന് പോലും, പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ പോലും ഓക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ എനിക്ക് വേണമെന്ന് ഡിമാൻഡ് ചെയ്ത് അത് ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര തെണ്ടിത്തരാണ്. ഞാനിപ്പോൾ കുറെ ഹിപ്നോട്ടിസിന്റെ ക്ലാസ്സുകളിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതായത് പഠിക്കാനല്ല, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതായത് അവരുടെ പ്രസന്റേഷൻ ഒക്കെ എനിക്കിഷ്ടമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്ന ആളോട് ചോദിച്ചൊരു ചോദ്യമാണ്, അതായത് ക്ലിനിക്കൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് എങ്ങനെയാണ് ഹിപ്നോതെറാപ്പി ചെയ്യുന്നത്, അതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന്. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് 3 തരത്തിലുള്ള ഹിപ്നോട്ടിസം ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്, ഇന്ത്യയിൽ നല്ല ലോകത്തിലുള്ളത്. അതിലൊന്ന് സ്റ്റേജ് ഹിപ്നോട്ടിസം, അല്ലെങ്കിൽ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം, പിന്നെ ഹിപ്നോതെറാപ്പി. അല്ലെ, സ്റ്റേജ്, സ്ട്രീറ്റ്, ഹിപ്നോതെറാപ്പി, അങ്ങനെ 3ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് സ്റ്റേജ് സ്ട്രീറ്റ്സ് നമ്മൾ ചെയ്യണത് വെച്ചാൽ അവരുടെ സാഹചര്യത്തിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യണത്. അവിടെ ഒരു സെറ്റപ്പ് ഇല്ല. അതായത് അവർ എവിടെയാണ് ഇരിക്കുന്നത്, എവിടെയാണോ അവർ എൻജോയ് ചെയ്യുന്നത്, ആ മൊമെന്റ്, ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ്. അപ്പൊ അതിന് മറ്റുള്ള ആളുകൾ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ സ്ഥലം, കാലം, ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഒരു ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കൽ സെറ്റപ്പില് അതിനുള്ള ചെയറൊക്കെ ഉണ്ട്. നമുക്ക് ഈസി ചെയർ എന്ന് പറയും. നമുക്ക് അതിനകത്ത് ഇരുത്തി 45 ഡിഗ്രി ആംഗിളിൽ അവർ ഇരുത്തിയതിനു ശേഷം നമ്മൾ ലൈറ്റ് ട്രാൻസ് അതിന് ആവശ്യമുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഡീപ് തീറ്റ വേവ്സിലേക്കൊന്നും നമുക്ക് അവരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ആ ക്ലിനിക്കൽ സെറ്റപ്പിൽ അവർക്കുണ്ടാകുന്ന ആങ്സൈറ്റിയും അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സും കുറയ്ക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു ഹീലിംഗ് പ്രോസസ്സ്. ഇപ്പൊ അർജുൻ നേരത്തെ പറഞ്ഞതുപോലെ ഉഡായ്ക്ക് ഹീലിംഗ് പ്രോസസ് അല്ല, ഇപ്പൊ എല്ലാവരും ഹീലേഴ്സ് ആണ് നമ്മുടെ കേരളത്തിൽ. ഒരു ബിസിനസ് വൽക്കരിച്ചിരിക്കുകയാണ് ഹീലിംഗ്. എന്താണ് ഹീലിംഗ് എന്ന് അറിയുന്നില്ല. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ മന്ത്രം ചൊല്ലി ഹീലാക്കിയാലൊന്നും ഒരാളും ഹീലാവുന്നില്ല. അങ്ങനെ അഥവാ അവർ ഹീലാവുന്നുണ്ടെങ്കിൽ അത് ടെമ്പററി ആയിട്ടുള്ള ഒരു ഹീലിംഗ്സ് മാത്രമേ ആകുന്നുള്ളൂ. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഹീലിംഗ്. ഓക്കെ, അപ്പൊ ഇവിടെ കിടത്തിയതിനു ശേഷം അവരെ നമ്മൾ ലൈറ്റ് ട്രാൻസിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവരെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ പതുക്കെ പയ്യെ റിലീസ് ചെയ്തെടുക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സ്റ്റേജ് ഹിപ്നോട്ടിസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലൈറ്റ് ട്രാൻസ്ലേറ്റ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പറ്റുന്നില്ല. സാധാരണയായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ക്രഷിനെ കാണിക്കുക, മരിച്ചവരെ കാണിക്കുക, പച്ചവെള്ളത്തിന് ജ്യൂസ് ആക്കുക, മുളകിനെ ചോക്ലേറ്റ് ആക്കുക, ഈ വക പരിപാടികളൊന്നും തന്നെ ഹാലുസിനേഷൻ ശരിക്കും പറഞ്ഞാൽ ശരിക്കും മതിഭ്രമം, മിഥ്യ ധാരണ എന്നൊക്കെയാണ് അതിന്റെ മലയാളം വേർഡ്. നമ്മൾ ഒരിക്കലും ഒരു ക്ലയന്റിനെ ഹാലുസിനേഷനിലേക്ക് കൊണ്ടുപോകലല്ലോ ഒരു സൈക്കോളജിസ്റ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഹാലുസിനേഷൻ തന്നെ ഒരു അസുഖമായിട്ടായിരിക്കും നമ്മളെ അടുത്തോട്ട് വരുന്നുണ്ടാവുക. എനിക്ക് കേൾക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ കാണുന്നു. അപ്പൊ അതിന് പുനഃസൃഷ്ടിക്കലല്ല നമ്മുടെ ജോലി.
അതിനെ കുറയ്ക്കലാണ്. സോ അവിടെ ഇത് തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. രണ്ടും കൂട്ടി കുഴയ്ക്കാൻ പാടില്ല. മറ്റൊരു ചോദ്യം, ഹിപ്നോട്ടിസം ചെയ്യാൻ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യകതയില്ല. ഇന്ത്യയിലെ ഇന്നത്തെ നിയമ സംവിധാനം വെച്ചിട്ട് ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഹിപ്നോട്ടിസം ചെയ്യുന്നത്. ആ ആർട്ട് ഫോമില് ചികിത്സ കുത്തി നിറച്ച് കഴിയുമ്പോഴാണ് അതിൽ നിയമപ്രശ്നം ഉണ്ടാകുന്നത്. ഹിപ്നോതെറാപ്പി ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾ എന്താണെന്നുള്ള വ്യക്തത വേണം. അതെ, എന്തൊക്കെയാണ് ഇത്, എന്തൊക്കെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്സിനെ ഇതുകൊണ്ട് മാറ്റാൻ പറ്റുന്നു, അതിന് ആദ്യം ആ അസുഖം എന്താണെന്നും അതിന്റെ സിംറ്റംസ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ അത് എങ്ങനെ ആളിനെ എഫക്ട് ചെയ്യുന്നതൊക്കെ അറിയാത്ത ഒരാൾ ഒരിക്കലും ഇതിനെ ഹീൽ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ഇത് എന്താ ഇതിനകത്ത് ഉള്ളത് എന്നറിയാത്ത ഒരാൾക്ക് ഒരിക്കലും അത് എടുത്ത് കളയാനായിട്ട് കഴിയില്ല. 2 മാസത്തെ ഡിപ്ലോമ കോഴ്സ് 2 മാസത്തെ കോഴ്സ് എന്ന് പറയുന്നത് സ്വയം പ്രഖ്യാപിത സൈക്കോളജിസ്റ്റുകളായി. അല്ല, അവിടെ എഗെയിൻ ഇൻ കേസ് അവർക്ക് ഇനി പറയുന്ന പോലെ ഈ കോഴ്സസ് ഒക്കെ എടുത്ത് അവർക്ക് പഠിച്ചാലും അത് കറക്റ്റായിട്ട്, ഞാൻ എഗെയിൻ പറയുന്നത്, ലൈസൻസ്ഡ് ആയിട്ട് അത് ചെയ്യാനുള്ള യോഗ്യതയും കൂടെ എന്തായാലും അവിടെ ഉണ്ടാവണം. എന്നാൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ പാടുള്ളതാണ്. അല്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ, ഹിപ്നോട്ടിസ്റ്റുകൾക്ക് ആരും നമ്മൾ എതിരല്ല. ഞാൻ സൈക്കോളജിസ്റ്റുകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കേരളത്തില് ഹിപ്നോട്ടിസം ചെയ്യുന്നതിന് നമ്മൾ ആരും എതിരല്ല. പക്ഷെ ഹിപ്നോട്ടിസ്റ്റുകൾ ഹിപ്നോതെറാപ്പിസ്റ്റുകളായാൽ അത് സൈക്കോളജിസ്റ്റുകൾ ആയുധെടുക്കേണ്ടതായിട്ട് വരും. കാരണം അത് അവന്റെ പണിയാണ്. ആ പണി ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. ഹിപ്നോതെറാപ്പി സയന്റിഫിക്കലി പഠിച്ച് അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് പഠിച്ച ശേഷമാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണ് എന്റെ. ഇപ്പൊ നമുക്ക് സൈക്കോളജിസ്റ്റ് ആവണമെന്നില്ല. ഇപ്പൊ സൈക്കോളജിസ്റ്റുകൾക്ക് മാത്രമേ ഹിപ്നോതെറാപ്പി ചെയ്യാൻ പാടുള്ളൂ നിയമമില്ല. ഹിപ്നോതെറാപ്പി അത് നല്ല രീതിയിൽ കോഴ്സുകൾ നടക്കുന്നുണ്ട്. ഹിപ്നോതെറാപ്പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UK പോലുള്ള USA പോലുള്ള സ്ഥലങ്ങളിൽ കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് അവിടെയാണ് പഠിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു 5 lakhs നമുക്ക് എക്സ്പെൻസ് വരും. 2 വർഷത്തെ മാസ്റ്റർ ഡിഗ്രി ഹിപ്നോതെറാപ്പിയിൽ തന്നെ പഠിക്കുന്നുണ്ട്. 2 years. അവരെയാണ് ശരിക്കും നമ്മളൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സൈക്കോളജിസ്റ്റിന്റെ ഒരു ടൂളാണ് ഹിപ്നോതെറാപ്പി. അതായത് അവരുടെ കയ്യിലുള്ള ഒരുപാട് ടൂൾസുകൾ, അതായത് 10-100 മുകളിൽ ടൂൾസില് ഒരു ചെറിയൊരു ടൂള് മാത്രമാണ് ഹിപ്നോതെറാപ്പി. ഇത് മാത്രമല്ല സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ അടുത്ത് പേഴ്സണലി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത്, എനിക്ക് ഹിപ്നോട്ടിസം ചെയ്തിട്ട് എൻ്റെ ഈ ഒരു എന്താണ് പ്രശ്നം, രോഗം, വോട്ടെവർ ട്രീറ്റ്മെൻറ്റ് അവർക്ക് ചെയ്തു കൊടുക്കുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഞാനത് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ ചെയ്യുന്ന കഴിവുള്ള സ്കിൽഡ് ആയിട്ടുള്ള ടാലൻ്റ് ആയിട്ടുള്ള ഹിപ്നോതെറാപ്പിസ്റ്റുകൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ എൻക്വയറീസ് വരുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ? ഹിപ്നോതെറാപ്പിയിലൂടെ നമുക്ക് മാറ്റാവുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. അതായത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. അതിലൊന്നാണ് ഒബേസിറ്റി. നമുക്ക് ഒബേസിറ്റിയുടെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ മൈൻഡ് പ്രൊട്ടക്റ്റീവ് ആസ്പെക്ട്സിൽ കൊഴുപ്പിനെ പിടിച്ചു നിർത്തും എന്നാണ് പറയുന്നത്. അതായത് മൈൻഡിൽ സ്റ്റോർ ചെയ്യുന്നല്ല, അതിനെ ഒന്ന് റിലീസ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വണ്ണം കുറയുന്നത്. അപ്പൊ ഒബീസിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹിപ്നോതെറാപ്പി ചെയ്തിട്ട് കുറയ്ക്കാം. രണ്ടാമത്തത് മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ. അതായത് ടെൻഷനാണ് ട്രിഗർ ഫാക്ടർ മൈഗ്രെയിനിൽ. സോ നമുക്ക് ആ ടെൻഷൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രെയിൻ കുറയ്ക്കാം. വിവിധങ്ങളായിട്ടുള്ള നേരത്തെ അജീഷ് ബ്രോ പറഞ്ഞ പോലുള്ള സൈക്കോസൊമാറ്റിക് പെയിൻസ്, സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയും നമ്മൾ. അതായത് സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാല് മനസ്സും ശരീരവും ഒരുപോലെ ഇൻവോൾവ് ചെയ്യും. നമുക്കൊരു തോന്നലാണ് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനകൾ ഉണ്ട് എന്നുള്ളത്. ഇവര് പല ഡോക്ടേഴ്സിനും പോയി കാണിക്കും, ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കും. അപ്പൊ നമ്മൾ തന്നെ ഡോക്ടർ ഷോപ്പിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. ഡോക്ടറിനെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ സ്ഥലത്ത് പോയിട്ട്. പക്ഷെ അവരുടെ അസുഖങ്ങൾ മാറുന്നില്ല. അത്തരം കേസുകളിൽ ഹിപ്നോതെറാപ്പി വളരെ എഫക്റ്റീവ് ആണ്. കാരണം നമുക്ക് ആ പെയിൻ മാനേജ്മെന്റ് ചെയ്യാം. അല്ലാതെ ഒരാളിവിടെ ഒരു ഫ്രാക്ചർ ആയി അത് പോയിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല. അതായത് മനസ്സ് ഇൻവോൾവ് ചെയ്യുന്ന അസുഖങ്ങളിൽ നമുക്ക് ചെയ്യാം. കേരളത്തിലെ നിരവധി ആളുകൾ ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റുകളെ എനിക്കറിയാം. അവര് സൈക്കാട്രിസ്റ്റ് മാത്രമല്ല, സൈക്കോളജിസ്റ്റുകളും ഇത് ചെയ്യുന്നുണ്ട്, പ്രമുഖരായിട്ടുള്ളത്. അത്തരം ആളുകൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് വരാത്തോണ്ടായിരിക്കാം അവരെ ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നത്. പക്ഷെ അത് മുതലെടുത്തിട്ടായിരിക്കണം ഇവര് സ്വയം പ്രഖ്യാപിത സൈക്കോളജിസ്റ്റുകൾ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു. അവരെ തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചറിയുക. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈ ട്രോമയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഇപ്പോഴല്ല അവർ അറിയാൻ സാധിക്കുക. ഫ്യൂച്ചറിൽ അത് ഗംഭീരമായിട്ട് നമുക്ക് വരും. സോ അഗൈൻ ഇത് കാണുന്ന ആൾക്കാരുടെ അടുത്ത് ആസ് എ സൈക്കോളജിസ്റ്റ് ഓൾസോ അദ്ദേഹം പറയുന്നൊരു കാര്യം തന്നെയാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുക. അതല്ലാതെ എവിടെന്നെങ്കിലും 2 വർഷത്തെ അല്ലെങ്കിൽ 2 മാസത്തെ അല്ലെങ്കിൽ ഒരു 6 മാസത്തെ കോഴ്സ് എടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്തല്ല പോകേണ്ടത്. എസ്പെഷ്യലി മെൻ്റലിസ്റ്റ് ടാഗുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കെയർഫുൾ ആയിരിക്കുക, ഒന്നുകൂടി അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക. മേ ബി പറയുന്ന ഈ ഫീൽഡിൽ നിന്നിട്ട് മെൻ്റലിസം ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിച്ച് ചിലപ്പോൾ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ്ലി അത് പറയാൻ പറ്റത്തില്ല. ബട്ട്
എൻ്റെ ഒരു അറിവിൽ മോസ്റ്റ്ലി ഇപ്പം മെൻ്റലിസം പഠിച്ചിട്ട് നേരെ കുറച്ച് ഹിപ്നോട്ടിസം പഠിച്ച് ഒരു 2 മാസത്തെ കോഴ്സും എടുത്തു കഴിഞ്ഞാൽ അവർ സ്വയം പ്രഖ്യാപിത സൈക്കോളജിസ്റ്റുകളായി. അങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ ഇപ്പം ഹിപ്നോട്ടിസ്റ്റും ഹിപ്നോ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് എന്താ ഡിഫറൻസ് ഉള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മളൊക്കെ ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷേ അത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു തെറാപ്പിസ്റ്റ് അല്ല. എന്നെപ്പോലെ തന്നെ ഈ ഫീൽഡിൽ, എസ്പെഷ്യലി മെൻ്റലിസം ഫീൽഡിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത സൈക്കോളജി അല്ലെങ്കിൽ ഹിപ്നോ തെറാപ്പി ഈ പറഞ്ഞതുപോലെ ഒരു കറക്റ്റ് കോഴ്സ് എടുത്ത് പഠിച്ച് വരാത്ത ആരും ഇതുമായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ല. സോ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ നിങ്ങളെ ചൂഷണം ചെയ്യാനും നിങ്ങളുടെ നിന്ന് പൈസ പറ്റിച്ചെടുക്കാനുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. സോ ജസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്.